ആളില്ലാത്ത സമയത്ത് വീട് സീൽ ചെയ്തു. ജപ്തിയുടെ പേരിൽ കേരള ബാങ്കിന്റെ കൊടും ക്രൂരത. കാസർഗോഡ് പരപ്പച്ചാലയിൽ ജപ്തിയുടെ പേരിലാണ് കേരള ബാങ്ക് ചെയ്തത്. ആളില്ലാത്ത സമയത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി സാധനങ്ങളെല്ലാം പുറത്തിട്ട് വീട് സീൽ ചെയ്യുകയായിരുന്നു. കേരള ബാങ്കിന്റെ നീലേശ്വരം ശാഖയാണ് ജപ്തി നടപടികൾ കണ്ണിച്ചോരയില്ലാതെ നടപ്പിലാക്കിയത്. ഇന്നലെ മുതൽ കാസർഗോഡ് പരപ്പച്ചാൽ സ്വദേശി ജാനകിയും മക്കളും 7 വയസ്സും 3 വയസ്സും പ്രായമായ കുട്ടികളുമടക്കം വീടിന് പുറത്താണ് കഴിഞ്ഞത്. കണ്ണിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അമ്മ ജാനകിയെ കാഞ്ഞങ്ങാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്തായിരുന്നു ബാങ്ക് അധികൃതർ വീട്ടിൽ അതിക്രമിച്ചു കയറി സാധനങ്ങളെല്ലാം പുറത്തിട്ട് സീൽ ചെയ്തത്. ആശുപത്രിയിൽ പോയ ഇവർ തിരിച്ചെത്തുമ്പോൾ വീടിനകത്തെ അലമാരയും കട്ടിലും അടക്കമുള്ള മറ്റ് വീട്ടു സാധനങ്ങൾ പുറത്ത് കൂട്ടിയിട്ടിരിക്കുന്നതാണ് കണ്ടത്. വീടിന് പുറത്ത് ബാങ്ക് നോട്ടീസ് പതിച്ചിരുന്നു. ഇന്നലെ ഉറങ്ങാൻ പോലും സ്ഥലമുണ്ടായിരുന്നില്ല. ഒരാഴ്ച മുൻപ് ബാങ്ക് അധികൃതർ വീട്ടിലെത്തുകയും എത്രയും വേഗം തുക തിരിച്ചടക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് കുടുംബം പറയുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ടാപ്പിങ്ങിനായി ഷോട്ടർ വാങ്ങാൻ വിജേഷ് 4 ലക്ഷം രൂപ വായ്പയായി ആവശ്യപ്പെട്ടെങ്കിലും ബാങ്ക് നൽകിയത് 2 ലക്ഷം രൂപയായിരുന്നു. ആദ്യ ഗഡു അടച്ചതിന് ശേഷം ബാക്കി 2 ലക്ഷം രൂപ തരാമെന്നായിരുന്നു ബാങ്ക് അറിയിച്ചിരുന്നത്. എന്നാൽ ഹെഡ് ഓഫീസിൽ നിന്ന് ഇവർക്ക് പണം നൽകിയില്ല. പണം കിട്ടാതായതോടെ ടാപ്പിംഗ് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും അതിനുശേഷമാണ് വിജേഷ് തെങ്ങുകയറ്റം തുടങ്ങിയത്. എന്നാൽ 2 വർഷം മുൻപ് ഇയാൾ തെങ്ങിൽ നിന്ന് വീണ് ചികിത്സയിലായത് വായ്പ തിരിച്ചടവ് മുടങ്ങാൻ കാരണമായെന്ന് കുടുംബം പറയുന്നു. കേരള ബാങ്കിന്റെ ഇത്തരം ജപ്തി നടപടികൾ നിരവധി തവണ വാർത്തകളിൽ വന്നിരുന്നു. ഒട്ടും ദയാദാക്ഷിണ്യമില്ലാതെയാണ് കേരള ബാങ്ക് ഇത്തരത്തിൽ ജപ്തി നടപടികൾ ചെയ്യുന്നത്. കഴിഞ്ഞ മാസം സമാനമായി 9 ദിവസമായി വീടിന് പുറത്ത് കൊല്ലം കൊട്ടിയം പറക്കുളം സ്വദേശി വിനേഷും കുടുംബവും കഴിഞ്ഞിരുന്നു. കേരള ബാങ്കിന്റെ കൊട്ടിയം ശാഖയിലെ വായ്പാ തുക തിരിച്ചടക്കാത്തതിനാൽ വീടും സ്ഥലവും ജപ്തി ചെയ്തതോടെയാണ് കുഞ്ഞുങ്ങളുൾപ്പെടെ 6 പേർക്ക് വീടില്ലാതായത്. കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് എവിടേക്ക് പോകണമെന്നറിയാതെ പെരുവഴിയിൽ നിൽക്കുകയായിരുന്നു വിനേഷും കുടുംബവും. കോട്ടിയം പറക്കുളത്ത് 7 സെന്റ് സ്ഥലവും വീടുമാണ് അന്ന് ജപ്തി ചെയ്തത്. കേരള ബാങ്കിന്റെ കൊട്ടിയം ശാഖയിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടെ 11.5 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം. മരപ്പണിക്കാരനായ വിനേഷിന് കാഴ്ച ഭാഗികമായി കുറഞ്ഞതോടെയാണ് വരുമാനമില്ലാതായതും വായ്പ തിരിച്ചടവ് മുടങ്ങിയതും. ഇതോടെ ബാങ്ക് കടുത്ത നടപടി സ്വീകരിച്ചു. കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോലും വിട്ടില്ലായിരുന്നു. കുറച്ചു വീട്ടുസാധനങ്ങളുമായി വീട്ടുമുറ്റത്തെ ഷെഡിലായിരുന്നു കുടുംബം. പണം ഞങ്ങൾ തരും.